ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹോൺ സ്വിച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് ഹോൺ വർക്കിംഗ് അല്ല എന്നുള്ളത്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ജനറൽ സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കയറ്റുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടായി കിട്ടുന്നുണ്ടായില്ല. കംപ്ലയിൻറ്റ് കാർബേറ്ററിൻ്റെ പ്രോബ്ലമാണ്. കാർബേറ്റർ പെട്രോൾ ഓവർഫ്ലോ വന്നിട്ട് നേരെ എഞ്ചിൻ ഹെഡിനകത്തേക്ക് ഇറങ്ങിയതുകൊണ്ട്, അത് കൂടാതെ കൊണ്ട് ഈ എയർ ഫിൽറ്ററിനകത്തേക്കും വരുന്നുണ്ട്. എഞ്ചിൻ ഹെഡിലേക്കും പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എയർ ഫിൽറ്ററിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ കൂടുതൽ ചെന്ന് ഉറപ്പായിട്ടും എഞ്ചിനിൽ ഫയറിങ് നടക്കില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും മാറണമെന്നുണ്ടെങ്കിൽ ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനോ മാറുകയുള്ളൂ. അതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പൈസ പോകാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. BS3 മോഡലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബേറ്റർ ഓൾറെഡി ഈ പറഞ്ഞ രീതിയിൽ അഴിച്ച് റിപ്പയർ ചെയ്യാൻ നോക്കിയാലും നമുക്കത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ട് തരാം. പറ്റുമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി കളയാം, അതാണ് അതിൻ്റെ ഒരു പോംവഴിയുള്ളത്. അതല്ലെങ്കിൽ നമ്മളതുമ്പോൾ വേറെ പൈസ മുടക്കാമെന്നുള്ളൂ, പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും വരും. പിന്നെ പ്ലഗ് നമുക്ക് മാറ്റിയിടണം. അപ്പോൾ പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വണ്ടി ഓടിച്ചു നോക്കി. അപ്പോൾ അതിന് ശേഷം വണ്ടി കയറ്റിയാനുണ്ട്. അപ്പോൾ പ്ലഗ് പുതിയത് നമുക്കത് സെറ്റ് ചെയ്തേക്കണം, ഇത് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിനകത്ത് ശരിക്കും പൊടി, നല്ല രീതിയിൽ പൊടിയുണ്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ പെട്രോളിൻ്റെ പ്രസൻസും കൂടി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എയർ ഫിൽറ്ററും മാറ്റിയിടാം, എന്തെങ്കിലും മാറ്റേണ്ട ടൈമാണ്. കാർബേറ്ററും മാറ്റണം. അപ്പോൾ എയർ ഫിൽറ്ററും കാർബേറ്ററും പ്ലഗും പുതിയത് വരുമ്പോഴത്തേക്കും ആ സെക്ഷൻ കറക്റ്റ് ആയിക്കോളും. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ വീലുകളോ വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. നിലവിലൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ളൂ, ക്ലച്ച് സൈഡ് അതിലൊന്ന് ഗ്രീസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതങ്ങ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെയുള്ള നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം നിലവിൽ നമുക്ക് കിടക്കുന്ന കമ്പനി ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉപയോഗം നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ബെൽറ്റ് പൊട്ടി വഴിയിൽ പെടുന്ന സിറ്റുവേഷൻ വരും. കുറച്ചൊക്കെ നിസ്സാരമൊക്കെ ഓടമുള്ളെങ്കിൽ വേണമെങ്കിൽ ഇട്ട് ഓടിക്കാം. നെക്സ്റ്റ് അടുത്ത സർവീസിൽ മാറ്റിയിട്ടാലും മതി. അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 120 ദിവസമാണ്, അതായത് 4 മാസമാണ്. അതിനുള്ളിൽ എന്തെങ്കിലും ചെറിയ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ പൊട്ടില്ല. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മാറ്റി യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ധൈര്യമായിട്ട് വഴിക്ക് പോകണമെങ്കിൽ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ക്ലിയർ ആണെങ്കിലാണ് ഓക്കെ ആവുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ക്ലച്ചൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ്, അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അതൊക്കെ ഓൾറെഡി സർവീസിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യണമെങ്കിലും നമുക്കിപ്പോൾ ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നതിന് അഡീഷണൽ വേറെ ലേബർ ചാർജ് ഒന്നും വരുന്നില്ല, അതിനകത്ത് തന്നെ കഴിഞ്ഞ് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടാം, അതിനകത്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതുമേ ശരിക്കും എൻ്റെ ബ്രേക്ക് ക്യാമിന് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്ക് വീലിൻ്റെ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ടയർ അത്ര ഗുണകരമല്ല കേട്ടോ. ടയർ ഈ മോഡൽ ടയർ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഇടുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ വണ്ടിക്ക് പാളിച്ച് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്നല്ല, ഓൾറെഡി പാളിച്ചുണ്ട് വണ്ടിക്ക് ഓടിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ വണ്ടിയുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറുണ്ട്, അതേപോലെ തന്നെ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഹബിനൊന്നും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. നമുക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ കവർ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കൺട്രോളിലായിക്കോളും. കൈയോടെ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോകണമെന്നല്ല, കാരണം ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് ബോഡി കവർ ചെയ്ത് പോകണ കാരണം നമുക്കത് കാണാനായിട്ട് പറ്റില്ല. ഓയിൽ താഴെ ചാടുമ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. നമുക്ക് ജനറൽ സർവീസിൽ ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചത് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ബ്രേക്കിൻ്റെ ഈ നട്ട്, ഇത് ശരിക്കും ഇതിൻ്റെ നട്ടല്ല ഇത് വരും. അപ്പോൾ ആ നട്ടും ഈ ജോയിൻറ്റും കൂടി ഒന്ന് മാറ്റിയിട്ട് പുതിയത് ഇടാം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായി കിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ പുതിയ ടയർ കിടക്കണം. അപ്പോൾ ഇതേപോലത്തെ ടയർ ബാക്കിലിടാനാണ് നോക്കട്ടോ, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതിപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന പുതിയ ടയറാണ്. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 5 ആംപിയറിൻ്റെ ബാറ്ററി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് നോക്കുമ്പോഴും 9.30 ആ റേഞ്ചിലാണ്. നിലവിൽ ബാറ്ററിക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല. ജസ്റ്റ് ഞാൻ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് നടത്തിയെന്നുള്ളൂ. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി, പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മളിതിനകത്ത് നോക്കുമ്പോൾ ഒരു അല്പം ലെവൽ കുറവാണുണ്ട്. ഓയിൽ മോശമായിട്ട് തോന്നണമൊന്നുമില്ല. അപ്പോൾ ആ ലെവൽ കുറവുള്ളതൊന്ന് ടോപ്പ് ചെയ്തേക്കാം. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. ഹോണിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. കാർബേറ്റർ അടക്കമുള്ള എസ്റ്റിമേറ്റാണ്. കാർബേറ്ററും ബെൽറ്റൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് വീഡിയോ കൃത്യമായിട്ട് നോക്കുക. കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിലൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാർബേറ്റർ അസംബ്ലി മാറ്റിയാൽ തന്നെയാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും പെട്രോൾ ഓവർഫ്ലോ മാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്തിട്ടത് കൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം ഒരു വർഷം ഉണ്ടായേക്കാം. അതും പ്രതീക്ഷിക്കേണ്ട. ഒട്ടുമിക്ക വണ്ടിയിലും പ്രശ്നം തന്നെയാണ് അതിൻ്റെ. BS3 വരുമ്പോൾ പ്രത്യേകിച്ചും കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.